ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗൗതമിൻ്റെയും വളകനന്ദൻ്റെയും പിങ്കിയുടെയും അടുത്ത ആഴ്ചയിലെ സൂപ്പർ പ്രൊമോ വിശേഷത്തിലേക്ക് സ്വാഗതം. അതിനു മുമ്പ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ അടുത്ത ആഴ്ചയും വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും പ്രേക്ഷകരുടെ പ്രത്യേകിച്ചൊരു അറിയിപ്പ് തരാനുള്ള പ്രേക്ഷകരുടെ അഭ്യർത്ഥനയെ മാനിച്ചുകൊണ്ടായിരിക്കും നമ്മുടെ ഇന്ത്യപുരം തറവാട്ട് ചില മാറ്റങ്ങളൊക്കെ വരുത്തുന്നുണ്ട് കേട്ടോ. കാരണം പ്രേക്ഷകരെല്ലാം ഒരുപാട് കമൻറ്റുകളിലായിട്ട് പറയുന്നുണ്ട്, നന്ദയനെ ഒരുപാട് വേദനിപ്പിക്കുന്നു, നന്ദയനെ ഒരുപാട് കരയിപ്പിക്കുന്നു, ഈ കഥയോട് ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമൻറ്റുകളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കഥയോട് തന്നെ നമ്മുടെ വീഡിയോ കണ്ടിട്ടല്ലാതെ തന്നെ ഒരുപാട് ആളുകൾ ഇങ്ങനെ പരാധീനതകളൊക്കെ പറയുന്നതുകൊണ്ടായിരിക്കാം കഥയിൽ അല്പം മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. നന്ദയുടെ പടിയിറക്കമായിരുന്നു പ്രധാനമായിട്ട് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. കഴിഞ്ഞ ആഴ്ചത്തെ പ്രമോ ശേഷത്തിലൊക്കെ അങ്ങനെയാണ് സംഭവിച്ചത്. എന്നാൽ ഈ ആഴ്ചയും നന്ദ ഇന്ത്യപുരം തറവാട്ട് വിട്ടുപോകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. അല്പം കൂടെ സോഫ്റ്റായിട്ട് നന്ദേനെ അല്പം കൂടെ പിടിച്ചു നിർത്തുന്ന ചില വിശേഷങ്ങളൊക്കെയാണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് പ്രേക്ഷകരുടെ അഭ്യർത്ഥനയെ മാനിച്ചുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അല്ലാത്ത പക്ഷം ഒരു പക്ഷേങ്കിൽ നന്ദ ഈ ഇന്ത്യപുരം തറവാട്ട് വിട്ട് ഈ ആഴ്ച തന്നെ ഏലപ്പാറയ്ക്ക് പോകേണ്ടതായിരുന്നു. എന്തായാലും ഏലപ്പാറയ്ക്ക് പോകാതെ അവർ കാത്തു. അത് നമുക്ക് പ്രേക്ഷകരായി നമുക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാകുന്നുണ്ട്. എന്നാൽ അടുത്ത ആഴ്ചത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത് വലിയൊരു ട്രാജഡി തന്നെ, അല്ലെങ്കിൽ വലിയൊരു അപകടകരമാകുന്ന ചില നിമിഷങ്ങളൊക്കെ നന്ദയുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ്. കാരണം നന്ദയ്ക്ക് പുതിയ ശത്രുക്കൾ ഉണ്ടാകുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ പ്രേക്ഷകരായ നന്ദനെ സ്നേഹിക്കുന്ന നമുക്ക് ഒരുപാട് സങ്കടം ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ അതൊക്കെ നന്ദയ്ക്ക് ആകും എന്നൊരു പ്രതീക്ഷയിലാണ് നമ്മൾ കാത്തിരിക്കുന്നത്. കാരണം അടുത്ത ആഴ്ചയിൽ ഒരു പുതിയ താരം ഇന്ത്യപുരം തറവാട്ടിൽ കാലുകുത്തുന്നു. അത് പിങ്കിക്ക് സപ്പോർട്ടായിട്ട് പിങ്കിനെ സംരക്ഷിക്കുവാൻ വേണ്ടിയും നന്ദനെ ഒറ്റപ്പെടുത്തുവാനും നന്ദനെ തള്ളിപ്പറയുവാൻ ആയിട്ടാണ് ഗിരിജ എന്നൊരു അവതാരം അല്ലെങ്കിൽ ഒരു അതിഥി താരം നമ്മുടെ ഈ കഥയിലേക്ക് കടന്നു വരുന്നുണ്ട്. അപ്പോൾ ഈ ബന്ധം എന്താണ് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് ഇപ്പോഴും നമുക്ക് ലഭിച്ചിട്ടില്ല. എന്തായാലും പിങ്കിയുടെ കട്ട സപ്പോർട്ട്, പിങ്കിനെ സംരക്ഷിക്കുവാൻ വേണ്ടി കടന്നു വരുന്ന, അതല്ലെങ്കിൽ ഫിസിക്കലായിട്ടും അല്ലെങ്കിൽ മാനസികമായിട്ടും പിങ്കിനെ ബലപ്പെടുത്തുന്ന ഒരു താരമായിട്ടാണ് ഗിരിജ എന്ന ഈ സ്ത്രീ ഇന്ത്യപുരത്ത് കാലുകുത്തുന്നത്. അത് നന്ദയ്ക്ക് ഒരു തിരിച്ചടിയൊക്കെ ആകുന്ന വിശേഷങ്ങളൊക്കെയാണ് അടുത്ത ആഴ്ചയിലെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത ആഴ്ചയും നന്ദയ്ക്ക് ഇന്ത്യപുരം തറവാട്ടിൽ അല്പം വേദനയും സങ്കടങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഗൗതം നന്ദയെ ചേർത്ത് നിർത്തുന്നു. എല്ലാ പ്രതിസന്ധികളിലും നന്ദയെ ചേർത്ത് നിർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത ആഴ്ചത്തെ എപ്പിസോഡിൽ നന്ദയ്ക്ക് ഇന്ത്യപുരം തറവാട് വിട്ടുപോകേണ്ട ഒരു സാഹചര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ലല്ലോ. അത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, പ്രേക്ഷകരുടെ അഭ്യർത്ഥനയെ മാനിച്ചുകൊണ്ടായിരിക്കാം നന്ദയ്ക്ക് അങ്ങനെ ഒരു സാഹചര്യം, അല്ലെങ്കിൽ പ്രേക്ഷകരുടെ പ്രാർത്ഥനയുടെ ഫലമായിരിക്കാം നന്ദയ്ക്ക് ഇന്ത്യപുരം തറവാട് വിട്ടുപോകേണ്ടി വരാത്ത ഒരവസ്ഥയിലേക്കൊക്കെ ഈ അടുത്ത ആഴ്ച എപ്പിസോഡിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് സന്തോഷം തന്നെയാണ് നന്ദയ്ക്ക്. പക്ഷേങ്കിൽ ഈ അവതാരം അല്ലെങ്കിൽ പുതിയതായിട്ട് വന്ന ഗിരിജ എന്ന പെൺകുട്ടിയുടെ ക്രൂരത നന്ദയ്ക്ക് ഒരുപാട് തിരിച്ചടികൾ കൊടുക്കുന്നുണ്ടല്ലോ. നന്ദയ്ക്ക് മാത്രമല്ല ഗൗതമിനും ഒരുപാട് തിരിച്ചടികളൊക്കെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് വേദനകൾ അനുഭവിക്കുന്ന ചില ഭാഗങ്ങളൊക്കെ അടുത്ത ആഴ്ച എപ്പിസോഡ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ പ്രധാനമായിട്ട് സംഭവിക്കുന്ന വേറെ രസകരമാകുന്ന നിമിഷം എന്ന് പറഞ്ഞാൽ നന്ദ ചില രസകരമാകുന്ന നിമിഷങ്ങളിലൂടെ അടുത്ത ആഴ്ച പ്രേക്ഷകരുടെ മനസ്സിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ്. കാരണം തൻ്റെ കുഞ്ഞ് പിങ്കിയുടെ വയറ്റിൽ ജനിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ, പിങ്കിയുടെ വയറ്റിൽ ഉള്ളത് കൊണ്ട് തന്നെ പിങ്കിനെ മാക്സിമം ഉഷാറാക്കുവാൻ ശ്രമിക്കുന്ന നമ്മുടെ നന്ദ, അല്ലെങ്കിൽ പിങ്കിയുടെ മാനസികവും ശാരീരികവുമായ മാനസികവും ശാരീരികവുമായിട്ടുള്ള എല്ലാ ഏത് കാര്യത്തിനും നന്ദ വലിയ സപ്പോർട്ട് കൊടുക്കുകയാണ്. കാരണം നന്ദയുടെ കുഞ്ഞാണല്ലോ പിങ്കിയുടെ വയറ്റിൽ കിടക്കുന്നത്. അത് നന്ദയ്ക്ക് നല്ലപോലെ അറിയാം. അതുകൊണ്ട് തന്നെ നന്ദ ഡോക്ടർ കുറച്ച് കാലത്തേക്ക് ലീവ് എടുത്തിട്ട് ഗൗതമിൻ്റെ അനുമതിയോടുകൂടി ലീവ് എടുത്ത് പിങ്കിനെ സംരക്ഷിക്കുക. പിങ്കിനെ അല്ലെങ്കിൽ പിങ്കിക്ക് വേണ്ട ആഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നു, പിങ്കി പറയുന്ന വെള്ളം മേടിച്ചു കൊടുക്കുന്നു, പിങ്കിക്ക് വേണ്ട ജോലികൾ ചെയ്തു കൊടുക്കുന്നു. കാരണം ഒന്ന് മാത്രം, പിങ്കിയോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, പിങ്കിയുടെ കിടക്കുന്ന ഗൗതമിൻ്റെയും നന്ദയുടെയും തങ്ങളുടെ കുഞ്ഞാണല്ലോ എന്നോർത്തുകൊണ്ട് വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടി നന്ദ ഒരുപാട് താഴ്ന്നു നിൽക്കുന്ന ചില ഇന്ത്യപുരം തറവാട്ടിൽ ഒരു വേലക്കാരിക്ക് തുല്യമായി മാറുന്ന ഒരു സന്തോഷകരമാകുന്ന നിമിഷത്തിലൂടെ മാത്രമാണ് നന്ദയുടെ ഭാഗം കാണാൻ പറ്റുന്ന ആദ്യത്തെ എപ്പിസോഡിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ കേട്ടോ. എന്തായാലും പിങ്കിക്ക് വേണ്ടി ഒരുപാട് സപ്പോർട്ടാണ്. പിങ്കിനെ രാവിലെ ചെന്ന് എഴുന്നേൽപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ രസകരമാകുന്ന നിമിഷമാണ്.
പിങ്കിക്ക് അല്പം ക്ഷീണമൊക്കെ വരാൻ തുടങ്ങിയിട്ടോ. ഈ ഗർഭിണി ആയതുകൊണ്ട് തന്നെയായിരിക്കാം അല്പം ക്ഷീണമൊക്കെ ഉണ്ടാകുന്നുണ്ട്. അത് നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. ഗർഭിണിയായ ഒരു സ്ത്രീക്ക്, ഒരു പെൺകുട്ടിക്ക് ഒരുപാട് ക്ഷീണമുണ്ടാകും. ഉറക്കം എണീക്കാൻ താമസം, അതുപോലെ ഏത് സമയവും ഉറങ്ങുന്ന ഒരു ശീലമൊക്കെ ഉണ്ടല്ലോ. അതൊന്നും അത്രയ്ക്ക് ശരിയല്ല എന്ന് പറഞ്ഞ് നന്ദ എന്ത് ചെയ്യും? നന്ദ രാവിലെ പിങ്കിയുടെ മുറിയിൽ ചെല്ലും, പിങ്കിയുടെ വാതിൽ മുട്ടി വിളിച്ച് എഴുന്നേറ്റില്ലെങ്കിൽ എങ്ങനെയെങ്കിലും തുറന്ന്, അല്ലെങ്കിൽ പിങ്കിനെ വിളിച്ച് പിങ്കിയെ കൊണ്ട് വാതിൽ തുറപ്പിച്ച് ആ ഉറക്കക്ഷീണമൊക്കെ മാറ്റി നല്ല ഉഷാറാക്കിയെടുക്കുന്ന നന്ദയുടെ രസകരമായ നിമിഷം. അതുപോലെ തന്നെ ഇടസമയത്ത് അല്ലെങ്കിൽ പകൽ സമയങ്ങളിൽ പിങ്കി കിടന്ന് ഉറങ്ങുന്ന സമയത്ത് രസകരമാകുന്ന രീതിയിൽ പിങ്കിയുടെ മുഖത്ത് റിഫ്ലക്ടർ അടിച്ച്, അല്ലെങ്കിൽ കണ്ണാടി വെച്ച് റിഫ്ലക്ടർ അടിച്ച് അസ്വസ്ഥതപ്പെടുത്തുക. അപ്പോൾ അതൊക്കെ പിങ്കിക്ക് ഒരുപാട് അസ്വസ്ഥത ഉണ്ടാകുന്നു. നന്ദയുടെ ഒരുപാട് അമിതമാകുന്ന ഒരു കെയറിങ് പിങ്കിക്ക് ഒരുപാട് അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട്. അത് മാനസികമായിട്ടും ശാരീരികമായിട്ടും. എന്തായാലും നന്ദയ്ക്ക് അതൊന്നും ഒരു വിഷയമല്ല. ഇപ്പം പിങ്കി ചെവിക്കലിന് നോക്കി ഒരു 2 അടി അടിച്ചാലും നന്ദയ്ക്ക് അതൊരു വിഷയമല്ല. കാരണം തങ്ങൾ കാത്തിരിക്കുന്ന, തന്നാൽ കഴിയാത്ത കാര്യങ്ങൾ വേറൊരാളിൽ ആശ്രയിച്ചാണെങ്കിലും തങ്ങളുടെ ആ പൊന്നോമനെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണല്ലോ നന്ദ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ചെവിക്കലിന് അടിച്ചാലും നന്ദ അതെല്ലാം സഹിച്ച് തൻ്റെ കുഞ്ഞിനെ കെയർ ചെയ്യുവാൻ വേണ്ടി ശ്രമിക്കുന്ന ചില നിമിഷങ്ങളൊക്കെ ഉണ്ട് അടുത്ത ആഴ്ചത്തെ എപ്പിസോഡിൽ. എന്നാലും കുറച്ച് ഭാഗങ്ങളിൽ രസകരമാകുന്ന നന്ദയുടെ പ്രകടനമൊക്കെ കാണാം. അതുപോലെ പിങ്കിയെ ഉപദേശിക്കുന്നു. പിങ്കിക്ക് വേണ്ട കൊടുക്കേണ്ട ആഹാരം ഇന്നതെന്നും കൊടുക്കേണ്ട ആഹാരത്തിൻ്റെ തൂക്കം പോലും നോക്കി നന്ദ അത് തക്കത്തിന് ഉപയോഗിക്കുന്ന ചില നിമിഷങ്ങളൊക്കെ ഉണ്ട്. അതിനുശേഷം പിങ്കി നന്ദയോട് ഒരുപാട് എതിർക്കുന്നുണ്ട് ഈ കാര്യങ്ങളിൽ. നന്ദ ഓവർ കെയറിങ് കാരണം, അല്ലെങ്കിൽ പിങ്കിയോടുള്ള ഒത്തിരി അളിഞ്ഞുകയറ്റം എന്ന് പറയുന്നത് നമ്മുടെ ഭാഷയിൽ അളിഞ്ഞുകയറ്റം, അത് കാരണം ഒരുപാട് അസ്വസ്ഥയാകുമ്പോൾ പിങ്കി നന്ദയുമായിട്ട് വഴക്കിടുന്നു. അതുപോലെ വാക്കുതർക്കങ്ങൾ ഉണ്ടാകുന്നു. അതിനിടയ്ക്ക് ഇന്ന് നമ്മുടെ ഇന്ത്യപുരത്തിൻ്റെ ഏട്ടത്തിയമ്മ അതിൽ അത്ര പിങ്കിക്കൊപ്പം നിൽക്കുന്നില്ല. കാരണം അവർക്ക് ഒരു അനന്തരാവകാശം വേണം, ഇന്ത്യപുരത്തിനൊരു അനന്തരാവകാശം വേണം. അപ്പം അതിന് ഇവരെല്ലാം സമ്മതമാണ്. ഏത് രീതിയിൽ വേണമെങ്കിലും പിങ്കിയെ സഹായിക്കുവാൻ ഇവർ സന്നദ്ധത അറിയിച്ചിട്ടുമുണ്ട്. അപ്പം നന്ദ അല്പം കൂടെ കൂടുതൽ കെയറിങ് കൊടുക്കുമ്പം ആർക്കും കുറ്റം പറയാൻ കഴിയത്തില്ലാത്തൊരവസ്ഥയിലാണല്ലോ. അപ്പം നന്ദയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം അവിടെ ഉള്ളത് കൊണ്ട് തന്നെ പിങ്കി പെട്ടു നിൽക്കുന്ന ഒരു സാഹചര്യമായി. ഗർഭിണിയാകുകയും ചെയ്ത് നന്ദയുടെ ഓവർ കെയറിങ് കാരണം പെട്ടു നിൽക്കുന്ന ഒരവസ്ഥയിൽ ക്ഷീണം കൊണ്ട് ഉറങ്ങുവാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ വെറുതെ ഇരിക്കുവാൻ പറ്റത്തില്ല, ആഹാരങ്ങൾ കറക്റ്റ് സമയത്ത് കഴിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നന്ദ ശ്രദ്ധിക്കുമ്പോൾ പിങ്കിക്ക് അസ്വസ്ഥത ഉണ്ടാകും. നമുക്കാണെങ്കിലും അസ്വസ്ഥത ഉണ്ടാകുമല്ലോ. അങ്ങനെ ഒരു അനുഭവമാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ എപ്പിസോഡിൻ്റെ ഇടയ്ക്ക് ഭാഗം അല്ലെങ്കിൽ മധ്യഭാഗത്തിൽ പിങ്കിക്ക് അല്ലെങ്കിൽ നന്ദയ്ക്ക് പ്രതികൂലമാകുന്ന ചില സാഹചര്യങ്ങൾ, വലിയൊരു പ്രതിസന്ധികൾ ഉണ്ടാകുന്ന ചില നിമിഷങ്ങൾ ഉണ്ടാകുന്ന വേറെ ഒന്നുമല്ല, ഗിരിജ എന്ന ഒരു പുതിയ അതിഥി ഇന്ത്യപുരത്ത് വരികയാണ്. ഒരു മോഡേണായിട്ടാണ്, ഒരു അല്പം പ്രായമുള്ള ഒരു സ്ത്രീയാണെങ്കിലും അല്പം ജാടയൊക്കെ കാണിച്ച് അല്പം മോഡേണായിട്ട് ഇന്ത്യപുരത്ത് കാലുകൊത്തുക. അങ്ങനെ വരുന്ന അതിഥിയെ സ്വീകരിക്കുന്നത് പിങ്കി ആയതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാകാം പിങ്കിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട, പിങ്കിയുടെ എല്ലാ കാര്യത്തിനും സപ്പോർട്ട് നിൽക്കുന്ന, പിങ്കിയുടെ ഏത് തോന്നിവാസത്തിനും കൂട്ടു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് കടന്നു വരുന്നത് എന്ന് നമുക്ക് പ്രമോഷൻസിലോ കാണാൻ കഴിയും. അങ്ങനെ പിങ്കി ഈ ഗിരിജ എന്ന സ്ത്രീയുമായിട്ട് വളരെ സംസാരിക്കുകയും അങ്ങനെ, അല്ലെങ്കിൽ പിങ്കിക്ക് വേണ്ടപ്പെട്ട ആളായിട്ടാണ് ഈ ഗിരിജ എന്ന അതിഥി താരം എത്തുന്നത്. അതുകൊണ്ട് തന്നെ പിങ്കി പല കാര്യങ്ങളും ഈ ഗിരിജയെ പറഞ്ഞ് മനസ്സിലാക്കിയ, അങ്ങനെ പിങ്കി പറഞ്ഞ് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം നന്ദയെ കാണുമ്പോൾ ഈ ഗിരിജ എന്ന സ്ത്രീ കുത്തുവാക്കുകൾ കൊണ്ടും അതുപോലെ അല്ലെങ്കിൽ ശാരീരികമായിട്ട് പോലും അസ്വസ്ഥതപ്പെടുത്തുന്ന ചില നിമിഷങ്ങളൊക്കെ കാണാം. അത് മനസ്സ് മടുക്കുന്ന ചില, അല്ലെങ്കിൽ മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന ചില വാക്കുകൾ ഈ ഗിരിജ എന്ന അതിഥിതാരം നന്ദയോട് പറയുകയും വാക്കുതർക്കങ്ങൾ ഉണ്ടാക്കുകയും, അതുപോലെ തന്നെ നന്ദയെ കള്ളിയാക്കുവാനും അല്ലെങ്കിൽ നന്ദയെ ഒന്നുമല്ലാതാക്കുവാനുമുള്ള ചില തന്ത്രപ്രധാനമാകുന്ന ചില നീക്കങ്ങളൊക്കെ നടത്തുന്നത് ഈ ഗിരിജയാണ്. പക്ഷെങ്കിൽ പിങ്കിയുടെ തന്ത്രമാണ്. പക്ഷെ ഗിരിജ അത് പ്രാവർത്തികമാക്കുമ്പോൾ നന്ദയ്ക്ക് ഒരുപാട് വേദന ഉണ്ടാകുകയും ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടാകുകയും ചെയ്യുകയാണ്. അതിനൊടുവിൽ ഈ സമയത്തെല്ലാം ഗൗതമിനോട് ചെന്ന് പരാതികൾ പറയുന്നുണ്ട് നന്ദ. ആ സമയത്ത് ഗൗതം ഒന്നും വയ്യാത്ത ചില അവസ്ഥയിൽ നന്ദേനെ ചേർത്ത് നിർത്തി നന്ദയെ ആശ്വസിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. പക്ഷെങ്കിൽ അത് അത്രമെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ എന്ന് നമുക്ക് ആശ്വസിക്കാം. അങ്ങനെ നന്ദേനെ ആശ്വസിപ്പിക്കുകയും നന്ദയ്ക്കൊപ്പം നിൽക്കുകയും
പിങ്കിയുടെ ഈ കൊള്ളരുതായ്മയ്ക്കെതിരെ പ്രതികരിക്കുവാൻ പറ്റാത്ത ചില നിമിഷങ്ങളൊക്കെയാണ് അടുത്ത ആഴ്ചത്തെ എപ്പിസോഡ് നമുക്ക് കാണാൻ പോകുന്നത്. എന്തായാലും അതിഥി താരം എന്ന ആ ഗിരിജ എന്ന സ്ത്രീ നന്ദയ്ക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാക്കുകയും ഒരുപാട് സങ്കടപ്പെടുത്തുന്ന നിമിഷങ്ങളൊക്കെ ഉണ്ടാക്കുന്നതാണ് അടുത്ത ആഴ്ചത്തെ എപ്പിസോഡ് നമുക്ക് കാണാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഇതൊരു പ്രൊമോ വിശേഷമാണ്, വീക്കിലി പ്രൊമോ വിശേഷമാണ്. അപ്പോൾ റിയൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ എല്ലാ ദിവസവും വരുന്നുണ്ട്. അപ്പം നിങ്ങൾ കാണുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് ആളുകൾ നമ്മുടെ ഈ ഗൗതമിൻ്റെയും അളകുന്നതിൻ്റെയും പിങ്കിയുടെയും കഥകൾ കാണുന്നതും കേൾക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് അമർത്തുക, നിങ്ങൾ മറക്കാതിരുന്നാൽ വലിയ ഉപകാരമായിരിക്കും. അപ്പോൾ എന്തായാലും ഓരോ ദിവസവും ഞങ്ങൾ പ്രൊമോ വിശേഷമായിട്ടും റിയൽ വിശേഷവുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും വരും ദിവസം കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.